നാടകത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ആദ്യമായിട്ട് ചെയ്താന്ന് പറഞ്ഞു. പക്ഷെ അവിടെ മ്യൂസിക് നമുക്ക് ലൈവായിട്ട് കേട്ടിട്ട് നമ്മൾ അതിന്റെ ഒപ്പമാണ് ഡയലോഗ് ഒക്കെ പറയുന്നത്. പക്ഷെ സിനിമയിൽ സത്യം പറഞ്ഞാൽ ഒരു ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാല് ബാക്കിയുള്ള എല്ലാവരും മിണ്ടാതിരിക്കുന്നു. നമ്മള് പെട്ടെന്ന് ആ ക്യാരക്ടർ ആയിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ നാടകത്തിൽ അങ്ങനെ ഒരു മ്യൂസിക്കിന്റെ ഹെൽപ്പിലാണോ ഒരു ആക്ടർക്ക് ഈസി ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്പേസിലാണോ? ഈശ്വര രണ്ടും രണ്ടാണല്ലോ. ആ. നാടകത്തിൽ അല്ലെങ്കിൽ നമ്മൾ ലൈവ് പെർഫോമൻസ് ഏതായാലും, നാടകം എന്നല്ല ഏത് ലൈവ് പെർഫോമൻസ് ആയാലും ഉം. ബാക്കി എല്ലാവരും ലൈവാണ്. അതെ. കാണുന്ന പ്രേക്ഷകനും ലൈവാണ്. അയാൾക്കും പോസ് ചെയ്തിട്ട് പോകാൻ പറ്റില്ല, ഇല്ല. നമുക്കും പോസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. മറ്റേ ഇപ്പൊ OTT ഒക്കെ വന്നപ്പോൾ നമുക്ക് പോസ് ചെയ്തിട്ട് പോകാം, ആ. പിന്നെ നാളെ കാണാൻ നോക്കാം സിനിമ. അപ്പോൾ നാടകത്തിന് അങ്ങനെ ഒരു സ്കോപ്പും ഇല്ല. ഒരാൾക്കും ആ ലൈവ് യഥാർത്ഥം ആ സെക്കൻഡിൽ നടക്കുന്ന ആ മൊമെന്റ് ആസ്വദിക്കുന്നവരായിരിക്കും ആ പ്രേക്ഷകർ. പെർഫോം ചെയ്യുന്നവരും ആ മൊമെന്റ് ആസ്വദിക്കുകയും അതേസമയം വളരെ അലേർട്ടായിട്ട് വളരെ മനസാന്നിധ്യത്തോടെ ആ ക്യാരക്ടർ ചെയ്ത് തീർക്കുക ചെയ്യുക വേണ്ടത്. അപ്പം ആ റിസ്ക് എല്ലായിടത്തും ഉണ്ട്. ഇപ്പം രണ്ടിന്റെയും വൈബ് രണ്ടാണ്. ഇപ്പം നാടകത്തിൽ എനിക്ക് ഞാൻ നാടകത്തെ പറയുന്ന ആരുമല്ല, ഒരാളുമില്ല. പക്ഷെ അവിടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് പെർഫോമേഴ്സ് പെർഫോം ചെയ്യുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ശബ്ദം കേട്ടാലും അതൊക്കെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കാം. സുരഭി തന്നെ അന്ന് നമ്മള് മ്യൂസിക് ഇടുന്ന സമയത്ത് എടാ ആ മ്യൂസിക് അവിടെ ഇടല്ലേ, എനിക്ക് ഡയലോഗ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇറ്റ് ക്യാൻ ഹാപ്പൻ ബോത്ത് വൈസ്. അപ്പൊ രണ്ടും അങ്ങോട്ടും കൂടി കോംപ്ലിമെന്റും ചെയ്യാം, പ്രശ്നമാവാം. രണ്ടും രസമാണ്. പിന്നെ ഞാൻ പറയട്ടെ, നാടകത്തോടുള്ള ലോകം മുഴുവൻ നാടകത്തെ ബഹുമാനിക്കുന്നത് അതിന്റെ ഇപ്പൊ 2000 പേരിരുന്ന് നാടകം കാണുമ്പോൾ ഞാനിരിക്കുന്നത് 46ാമത്തെ റോയിലെ 7ാമത്തെ പൊസിഷനിലാണെങ്കിൽ അതെന്റെ നാടകമാണ്. എനിക്ക് ആ ആക്സസിൽ ഞാൻ മാത്രമേ ആ നാടകം കാണുള്ളൂ. 1ാമത്തെ റോയില് 18ാമത്തെ ഏറ്റവും അരികിലിരിക്കുന്ന ആള് കാണുന്ന നാടകവും 48ാം റോയില് ഏറ്റവും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും എഡ്ജിലിരിക്കുന്ന ആളും കാണുന്ന നാടകവും രണ്ടും അവരവരുടെ മാത്രം നാടകം. 2000 പേര് കാണുമ്പോൾ അത് 2000 നാടകം, ഒരേ നാടകം 2000 കണ്ണുകളിലൂടെയാണ് കാണുന്നത്. അപ്പൊ അത് നാടകത്തിന് മാത്രം കിട്ടുന്ന ഭാഗ്യ.